ഹലോ ഗൈസ്, അപ്പം എങ്ങനെയാ നമുക്ക് ഇന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് എങ്ങോട്ടാണെന്നറിയോ? കൾച്ചർ സെൻറ്ററിലോട്ട്. ആസ് യൂഷ്വൽ ബസ്സിനാണ് പോകുന്നത്. കുവൈറ്റ് സിറ്റിയിലെ മാലിയയിലാണ് സ്ഥലം. സെയിം യൂണിഫോം എടുക്കാൻ പോയില്ലേ, അവിടെ എടുത്താന്നാണ് പറഞ്ഞത്. പിന്നെ ബസ്സിന് പോണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിന് കുവൈറ്റിൽ എവിടെ പോണേലും 250 പിൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ ടാക്സി, ഞങ്ങൾ അത്യാവശ്യം ടാക്സി വിളിക്കുന്ന ആൾക്കാരുമാണ്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ബസ്സാണ് സൗകര്യം. അതുകൊണ്ടാണ് എപ്പോഴും ബസ്സിന് പോകുന്നത്. പിന്നെ ബസ്സിൽ കയറിയിരുന്നു, 2-3 ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് ഇരുന്നു. 1 മണിക്കൂറിൽ കൂടുതലായി വണ്ടി കയറി ഇരുന്നിട്ട് ഇതുവരെ ഞങ്ങൾ എത്തിയിട്ടില്ല. സാധാരണ അബ്ബാസിൽ നിന്ന് കുവൈറ്റ് സിറ്റി വരെ പോകാനായിട്ട് ഒരു 20-25 മിനിറ്റ് മതി. പക്ഷേ ഇന്ന് കയറിയ ബസ് ഞങ്ങളെ ചതിച്ചു. ആ ബസ് ഹവാലി വഴി കറങ്ങി എങ്ങാണ്ടാണ് വന്നത്. 1.5 മണിക്കൂർ ഞങ്ങൾ വണ്ടിക്കകത്തിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യാനായിരുന്നു ഞങ്ങൾ ഇന്ന് വന്നത് എന്നുള്ള ചിന്ത പോലും ഞങ്ങളുടെ മനസ്സിലുണ്ടായി ഗൈസ്. ഒരുവിധം അങ്ങനെ ഞങ്ങൾ മാലിയയിൽ വന്ന് ചാടി. അവിടെ നിന്ന് സ്ഥലം അറിയില്ലല്ലോ, നോക്കിയും കേട്ടും ചോദിച്ചുമാണ് നമ്മൾ പോകുന്നത്. പള്ളിയുടെ അടുത്താണെന്നറിയാം. പള്ളി എവിടെയാണെന്നറിയണമെങ്കിൽ പള്ളി പോകണമല്ലോ. അത് പോയിട്ടില്ലാത്തത് കൊണ്ട് പള്ളി അന്വേഷിച്ച് ആദ്യം നടന്ന് പള്ളി കണ്ടുപിടിച്ച് പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് പിന്നെ ഒരു ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെന്ന് പറഞ്ഞു. ഈ സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ സീ സൈഡും കൂടെ ആയതുകൊണ്ട് സൺസെറ്റും ഉണ്ടായിരുന്നു. സൂപ്പർ വ്യൂ ആയിരുന്നു. പക്ഷെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കാരണം കൾച്ചർ സെൻറ്ററിൽ നമുക്ക് പാസ് ഉണ്ടോ എന്ന്, എത്ര സമയത്തിനുള്ളിൽ കയറണം എന്നൊന്നും അറിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഓടിച്ചെന്ന് അകത്ത് കയറി. ഈ പോണ വഴിയൊക്കെ നിറച്ച് പുല്ലൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കുവാണ്. സെക്യൂരിറ്റി പറഞ്ഞു അതിൽ നിന്ന് ഒരു പുല്ല് പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫൈൻ 30 കേടി വാങ്ങിക്കുമെന്ന്. ഞാൻ തൊട്ടില്ല. പിന്നെ അവിടെ നിന്ന് പോന്നു. ഈ കാണുന്നത് അവരുടെ മാപ്പ് വെച്ചേക്കണതാണ്. കുറച്ച് ഫാമിലീസും കാര്യങ്ങളും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീടാണ് എല്ലാവരും വന്നു തുടങ്ങിയത്. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇത് വരാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഈ ഈന്തപ്പനയുടെ ചോട്ടിൽ ഇങ്ങനെ മണലൊക്കെ വിരിച്ച് ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. ഭയങ്കര സെറ്റപ്പ് സ്ഥലം. അപ്പോഴാണ് പെട്ടെന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് കയറുവാണ്. ഒത്തിരി സന്ധ്യ ആവാത്തതുകൊണ്ട് ആദ്യം വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ തിളച്ച് നിൽക്കുന്ന മണലിൽ നമ്മൾ ചൂടെടുത്ത് നിൽക്കുമ്പോൾ ഒരു വെള്ളം പൊങ്ങി വന്ന് നമ്മുടെ മേത്തേക്ക് ചാടുമ്പോഴുള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് കൊള്ളാൻ വേണ്ടിയിട്ട് ഓടി ഞങ്ങളങ്ങ് ചെന്നേ. അത് കഴിഞ്ഞ് പിന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ ആ സംഭവം കാണാനായിട്ട്. നോർമലി നമ്മൾ വാട്ടർ ഡാൻസൊക്കെ കാണുന്നതാണേലും ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ഭംഗി. പിന്നെ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇത് ഞങ്ങൾ 2 തവണ എൻജോയ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 7 o'clock അവർ സ്റ്റാർട്ട് ചെയ്തത്. 7 o'clock ഇത് വൺസ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ 1 മണിക്കൂർ കഴിഞ്ഞ് 8 അതും കൂടെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ, പിള്ളേരെയും ഒക്കെയുള്ള ആൾക്കാർക്ക് പോയി കാണാൻ, വൈകുന്നേരങ്ങളിൽ കാണാൻ പറ്റിയ ഒരു നല്ല സംഭവമാണ്. പാസ്സൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചെല്ലുക, നമ്മൾ കയറി കാണുക. നമുക്കവിടെ നിന്ന് കുറച്ച് ഫോട്ടോസോ കാര്യങ്ങളോ ഒരു റിലാക്സേഷൻ മൂഡ് അവിടെ നിന്ന് എന്നായാലും കിട്ടും. എല്ലാവരും പോയി കാണുക കേട്ടോ, ഫ്രീ അല്ലേ. പിന്നെ ഇത് കണ്ട് കുറേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടേ ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇട്ട പാട്ടിടാൻ പറ്റത്തില്ല. ഈ പാട്ടും കൂടെ അവരിട്ട അറബിക് സോങ് ആണോ ഇംഗ്ലീഷ് സോങ് ആണോ അതും കൂടെ ഇട്ട് ഈ വാട്ടർ ഡാൻസ് കണ്ടാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഫീലിങ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. ഭയങ്കര സൂപ്പറായിരുന്നേ. പിന്നെ അങ്ങ് കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടന്നിങ്ങ് പോന്നേ. ഇതിൻ്റെ സൈഡിൽ കുറേ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങളൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല കേട്ടോ. പിന്നെ പോരുന്ന വഴി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി പൊറോട്ടയും ഗീ റൈസും വാങ്ങിച്ച് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. തിരിച്ച് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. ബസ് സ്റ്റോപ്പിലെത്തി. ബസ്സിൽ കയറുന്നതിന് മുന്നേ ബസ്സിനാരോട് ചോദിച്ചു ഇത് ഡയറക്റ്റ് അബ്ബാസിയേക്ക് തന്നെയല്ലേ എന്ന്. കാരണം ഇനിയും 1.5 മണിക്കൂർ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിന് കയറി തിരിച്ച് അബ്ബാസിയിലെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളേ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സീ യു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.